ഏയ് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ ജീവിതത്തിൽ. നമ്മുടെ ഈ ഒരു കൊച്ചു ജീവിത യാത്രയിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഓരോ ആളുകളുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്ത രീതിയിലാണെങ്കിൽ പോലും എന്നാൽ അവസാനം എന്താ പറയുക, ആ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്. സന്തോഷം വേണം, സമാധാനം വേണം, ആനന്ദം വേണം, ആരോഗ്യത്തോടു കൂടി ജീവിക്കണം, അല്ലേ? ഇതൊക്കെയാണ് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് സന്തോഷമുണ്ടോ? ഇല്ല. ആരോഗ്യമുണ്ടോ? ആരോഗ്യമുണ്ട്, പക്ഷെ വളരെ പ്രശ്നങ്ങളാണ്. സമാധാനമുണ്ടോ? ഒട്ടുമില്ല. പ്രശ്നങ്ങളുണ്ടോ? ധാരാളമുണ്ട്. എന്താ അല്ലേ? പ്രശ്നങ്ങളുണ്ടോ? ധാരാളമുണ്ട്. സമാധാനമുണ്ടോ? ഇല്ല. പ്രശ്നങ്ങളുണ്ടോ? ധാരാളമുണ്ട്, അല്ലേ? അപ്പോൾ സമാധാനമില്ലാത്ത ജീവിതമാണ്, സന്തോഷമില്ലാത്ത ജീവിതമാണ്, ആനന്ദകരമായി മുന്നോട്ട് പോകാത്ത ജീവിതമാണ് നമ്മുടെ ഇതൊക്കെ, അല്ലേ? എന്നാൽ പലപ്പോഴൊക്കെ ഓരോ ആളുകൾക്ക് വ്യത്യസ്തമാകും. എനിക്ക് നല്ല സന്തോഷത്തോടു കൂടിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് തോന്നുന്ന ഒരാൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയേക്കൂ. സ്വല്പം എന്ത് ഹാപ്പിനെസ് ഇല്ലാത്ത ആളുകൾ, അല്ലേ? എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ഇനി എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടുക, ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് റിസർച്ച് നടത്തുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, ഒരുപാട് അറിവുകൾ തേടി പോകുന്നുണ്ട്, മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് കാര്യമായിട്ട് ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നില്ല. ഇനി ഞാൻ എന്താണ് എനിക്ക് സന്തോഷം കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്യുക എന്ന് ചിന്തിക്കുന്നവരോട് മാത്രമാണ്, അത്തരക്കാർക്കാട്ടോ ഈ വീഡിയോ. അല്ലാത്തവരും ഈ വീഡിയോ കാണണ്ട. അപ്പോൾ എന്താണ്, നമ്മുടെ ജീവിതത്തിന് എന്താ പറയുക, സന്തോഷം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കെട്ടിപ്പടുത്ത് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, അല്ലേ? നമ്മുടെ ജീവിത യാത്രക്കിടയിൽ നമ്മുടെ എന്താ പറയുക, ചില സ്വഭാവത്തിനനുസരിച്ചായിരിക്കാം, നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കാം, അല്ലേ? അല്ലേ, നമ്മുടെ നിത്യ ജീവിതത്തിൽ ഓരോ ആളുകൾക്കും, അല്ലേ, ചില ആളുകൾക്ക് നല്ല സന്തോഷമായിരിക്കും, ചിലർക്ക് സന്തോഷം കുറയായിരിക്കും, അല്ലേ? ഇപ്പം നമുക്കൊരു 10 സുഹൃത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ 10 സുഹൃത്തുക്കളുടെ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? അവരുടെയൊക്കെ പ്രവൃത്തി, അവരുടെയൊക്കെ ചിന്തകൾ, അവരുടെയൊക്കെ എന്താ പറയുക, ഡെയിലി റൊട്ടീൻ ഒക്കെ വ്യത്യാസമുണ്ടായിരിക്കും, നമ്മളിൽ നിന്ന് വ്യത്യാസമുണ്ടായിരിക്കും, അല്ലേ? ആ 10 പേർക്കും വ്യത്യാസം ഉണ്ടാകും. എന്നാൽ 10 തരത്തിലുള്ള മൈൻഡാണ് 10 പേർക്കും ഉള്ളത്, അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വല്പമെങ്കിലും നമുക്ക് ഹാപ്പിനെസ് വേണം, നിർബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത് എന്താണെന്ന് അറിയോ കാണുന്നത്? നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ. നമ്മൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ? ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ടാകാം, അല്ലേ? ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള പുസ്തകങ്ങൾ, മോട്ടിവേഷണൽ സ്റ്റോറീസ്, അല്ലെങ്കിൽ എന്താ പറയുക, നോവൽ, അല്ലേ? ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കും. അതിനനുസരിച്ചിരിക്കും, അല്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു പോയിന്റ് മുതൽ 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ എന്താകും എന്നതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും 5 വർഷം കഴിഞ്ഞാൽ നമ്മളാകുന്നത്. മനസ്സിലായോ? ഇപ്പം നല്ല മോട്ടിവേഷണൽ പുസ്തകങ്ങൾ, നല്ല ഇൻസ്പിറേഷണൽ തോട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 വർഷം കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, 5 വർഷം കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക. എന്നാൽ അതിൻ്റെ വിപരീതമായിട്ട് നമുക്ക് യാതൊരു ഉപകാരമില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനമില്ലാത്ത, എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ചില പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിലോ നമ്മൾ ആ 5 വർഷം കഴിഞ്ഞ ആ ലെവലിലായിരിക്കും നമ്മൾ കടന്നു പോകട്ടോ. അടുത്ത പോയിന്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലേ? ഈ ഒരു 5 വർഷം നമ്മൾ ഒരു ദിവസം നമ്മൾ പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാറല്ലേ? നമ്മുടെ അങ്ങാടിയിൽ കിട്ടുന്ന പലതും നമ്മൾ മേടിച്ച് കഴിക്കാറുണ്ട്. എന്നാൽ സ്ഥിരമായി നമ്മൾ ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലേ, ഹോട്ടൽ ഫുഡാകാം, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തുള്ള ഫുഡാകാം, അല്ലേ, മറ്റുള്ള നമുക്ക് എന്താ പറയുക, കൊഴുപ്പടങ്ങിയ, അല്ലേ, വെളിച്ചെണ്ണ, അല്ലേ, കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കും, അല്ലേ? കൊളസ്ട്രോളൊക്കെ, അല്ലേ, ശരീരത്തിൽ കൂടുതൽ കൊളസ്ട്രോൾ വരും, എണ്ണ അടങ്ങിയ, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ കൊഴുപ്പ് നിറയും. ഈ കൊഴുപ്പ് നിറയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പ്രമേഹ രോഗിയായി മാറും, പല അസുഖങ്ങൾ വരും. അസുഖങ്ങൾ മൂലം ചെറിയ അസുഖങ്ങൾ വന്ന് അത് വലിയ അസുഖത്തിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ എന്താ പറയുക, ഫേസിന് മാറ്റം സംഭവിക്കും, ശരീരത്തിന് മാറ്റം സംഭവിക്കും, അസ്വസ്ഥതകൾ കൂടും. അതുപോലെ നമുക്ക് കൂടുതൽ പഴയ പോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ല. ശരീരം എപ്പോഴും ക്ഷീണിക്കും, ഈ കുഴക്കം, അല്ലേ, ക്ഷീണം, കുഴക്കം, ഈ സംഭവങ്ങളൊക്കെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ 5 വർഷം എന്ത് ഭക്ഷണം കഴിക്കും
ചെലവഴിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ 5 വർഷം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്മൾ ചെലവഴിക്കുന്ന ആളുകൾ, ഒരു ദിവസം നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് ആളുകളുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട് അല്ലേ, ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ അല്ലേ. എന്നാൽ നമ്മൾ ഈ ഒരു 5 വർഷം നമ്മൾ ആരുടെ കൂടെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്, ഏത് തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്, ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു എന്താ പറയുക, ആ ഒരു അവരിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പകർത്തും എന്നുള്ളതാണ്. നല്ലതോ ആയിക്കോട്ടെ ചീത്തതോ ആയിക്കോട്ടെ, നല്ല ആളുകൾ, നല്ല എന്താ പറയുക ചിന്താഗതിയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആ 5 വർഷം കൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ എന്താ പറയുക നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ മോശം ക്യാരക്ടറുള്ള, മോശം സ്വഭാവമുള്ള ആളുകളാണെങ്കിലോ നമ്മൾ എന്താ പറയുക അല്പസ്വല്പം മോശം അവസ്ഥയിലേക്ക് പോയി അവരുടെ ആ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ എന്താ പറയുക നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടായിരിക്കും, നമ്മൾ അതുപോലെ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് പരമപ്രധാനമാണ്. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മോശമായ ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുക, നല്ല ബന്ധങ്ങൾ തേടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക, മോശം ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താ പറയുക അവരെ വഴിക്ക് വിടുക, അവരെ പാട്ടിന് വിടുക. എന്നിട്ട് നമ്മളെന്താ പറയുക നമ്മുടെ ഒരു എന്താ പറയുക സ്വതന്ത്രമാകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കുന്ന ശീലങ്ങൾ അടുത്തെന്നാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരു ദിവസം ഒരുപാട് ശീലങ്ങൾ ഉണ്ടാവും അല്ലേ, പല ശീലങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഗെയിംസ് കളിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ചെന്നിരുന്ന് നമ്മൾ ഓരോ ആളുകൾക്കും ഓരോ ശീലങ്ങളാണ് അല്ലേ. ചില ആൾക്കാർ നന്നായിട്ട് കളിക്കും, ചില ആൾക്കാർ നന്നായിട്ട് പഠിക്കും, ചില ആൾക്കാർ നന്നായിട്ട് പാടും, ചില ആളുകൾ എന്താ പറയുക നന്നായിട്ട് ജോലി ചെയ്യും, ചില ആളുകൾ എന്താ പറയുക നന്നായിട്ട് പാചകം ചെയ്യും. ഓരോ ആളുകൾ ഓരോ രീതിയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശീലങ്ങളില്ലേ, ആ ശീലത്തിനനുസരിച്ചിരിക്കും 5 വർഷം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ശീലങ്ങൾ കഴിഞ്ഞ് അടുത്ത് പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഭാഷണങ്ങൾ അല്ലേ. ഇപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇഷ്ടം അല്ലേ. ചില ആളുകൾക്ക് കുടുംബ പ്രശ്നങ്ങൾ നിരന്തരമായി സംസാരിക്കുക, ചില ആളുകൾക്ക് ജീവിത പ്രശ്നങ്ങൾ മാത്രം സംസാരിക്കുക, ചില ആളുകൾക്ക് ജോലി പ്രശ്നം മാത്രം സംസാരിക്കുക, ചില ആളുകൾക്ക് ചില ആളുകൾക്ക് അസുഖമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, ചില ആളുകൾക്ക് ജോലി കിട്ടാത്ത പ്രശ്നങ്ങൾ സംസാരിക്കുക, ചില ആൾക്കാർ ജോലിയുള്ള പ്രശ്നങ്ങൾ, ജോലി കിട്ടിയിട്ട് സംതൃപ്തി ഇല്ലാത്തതിനെ പറ്റി സംസാരിക്കുക, ചില ആൾക്കാർ മാനസിക സമ്മർദ്ദം മൂലം പല പ്രശ്നങ്ങളും സംസാരിക്കുക അല്ലേ. നമ്മളുടെ സംസാരത്തിനനുസരിച്ചിരിക്കും ഒരു 5 വർഷം കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മളൊന്ന് പറഞ്ഞത്, അതായത് അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ നമ്മൾ ചെലവഴിക്കുന്ന ആളുകൾ, അതുപോലെ നമ്മൾ സ്വീകരിക്കുന്ന ശീലങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഭാഷണങ്ങൾ അല്ലേ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരമപ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണെന്നറിയോ, ഇത്തരം ചില നല്ല ശീലങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ നമുക്കത് റിസൾട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലായിരിക്കും. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു നിമിഷം നിങ്ങളെടുക്കൂ, ഈ ഒരു നിമിഷം മുതൽ നിങ്ങളിൽ നിന്നൊരു 5 വർഷം പുറകേക്ക് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞു പോയ 5 വർഷം, ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചു, എന്ത് പ്രവർത്തിച്ചു, എന്ത് പഠിച്ചു, എന്ത് ഉൾക്കൊണ്ട്, എന്ത് സംസാരിക്കുന്നു, എന്ത് ശീലങ്ങളാണ് നിങ്ങൾക്കുള്ളത്, ഏത് തരത്തിലുള്ള ആളുകളാണ് നിങ്ങൾ സമീപിക്കുന്നത്, എത്തരത്തിലാണ് നിങ്ങൾ സംഭാഷണം പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. അതിനനുസരിച്ചായിരിക്കും ഇന്ന് നിങ്ങൾ നിൽക്കുന്നത്, ഇന്ന് ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും വലിയ പൊസിഷനിലേക്കും വലിയ കരിയറിലേക്കും വലിയ ഒരു സക്സസ്ഫുൾ ലൈഫിലേക്കും കടന്നു പോകാനുള്ള ചിന്തകളിലേക്ക് കടന്നു പോകട്ടോ. പ്രത്യേകം ചിന്തിക്കുക. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ അറിയുകയും ആ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും, എന്നാൽ 100 പേര് നമ്മുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾക്കെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാൻ സാധിക്കുമെങ്കിൽ, ഒരാളെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനമാണ്. അതാണ് അറിവിൻ്റെ പ്രത്യേകത. അറിവിലൂടെയാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ അല്ലേ. എനിക്കറിയാത്തൊരു അറിവ് മറ്റുള്ള ആളുകൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഞാനത് കേൾക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതം എനിക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അത് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രവർത്തിക്കണം, നിങ്ങൾ സക്സസ്ഫുൾ ആകണം, കുടുംബത്തിൽ ഒരു ഉപകാരമുള്ള ഒരു വ്യക്തിയായി മാറണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.